OnePlusന്റെ OnePlus Ace 5 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Ace 5 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus Ace 5 Proയിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 നിറ്റ്സ് ആണ്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ ക്രിസ്റ്റൽ ഷീൽഡ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 203 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.14 mm ആണ്. പിന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ച പ്രോസസറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഇത്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 12GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 16GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 16GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16GB റാമും 1TB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു G1 വൈഫൈ ഗെയിമിംഗ് ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ iScore VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്ററിന്റെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ റിയാലിറ്റി ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള കളർവോയ്സ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX906ന്റെ സെൻസറാണ്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 2 മെഗാ പിക്സൽ ഒരു മാക്രോ ലെൻസുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പം OnePlus 13 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണിലും ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. അപ്പം അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡൗൺ ഗ്രേഡ് വരുത്തിയിരിക്കുന്നത് ഒന്ന് ക്യാമറയുടെ കാര്യത്തിലാണ്. ഇപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല, അതിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6100 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള OnePlus 13ൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അവിടെയും ഒരു കട്ടിങ് നടത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല ബാറ്ററി സെറ്റപ്പ് തന്നെ ഇതിൽ വരുന്നുണ്ട്, വയർലെസ് ചാർജിംഗ് ഇല്ല എന്നുണ്ടെങ്കിലും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3399 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 39,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് തിരക്കേടില്ല എന്ന് പറയാം, അത്രയേ ഉള്ളൂ. എന്തായാലും മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം, പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേരിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക, വേറെ എന്തെങ്കിലും പേരിലായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000-55,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോണിന്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlusന്റെ Ace 5 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.